ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഈ മഴക്കാലം പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം. കർക്കടകം പകുതിയെത്തിയിട്ടും ഇടവപ്പാതി തോർന്നിട്ടില്ല. മഴക്കാലത്തോടൊപ്പം മഴക്കാല രോഗങ്ങളും പ്രത്യേകിച്ചും പനി വ്യാപകമാകുകയാണ്. ഓരോ ദിവസവും അനേകം പേരാണ് പകർച്ചപ്പനിക്ക് ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നത്. വൈറൽ പനി, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങി പലതരം പനികളാണ് പടരുന്നത്. കൂടാതെ മഞ്ഞപ്പിത്തം, വയറിളക്കം, ചുമ തുടങ്ങിയവയെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ മുണ്ടിനീരും പടരുന്നുണ്ട്. ശരീര താപനില സാധാരണ നിലയേക്കാൾ ഉയരുന്ന അവസ്ഥയാണ് പനി. പനി ശരീരത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനമാണെങ്കിലും മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമായേക്കാം. ക്രമാതീതമായി ശരീര താപനില ഉയരുക, ശരീരം വിറയ്ക്കുക, അമിതമായി വിയർക്കുക, പേശീവേദന, ചെവിവേദന, തളർച്ച എന്നിവയെല്ലാം പൊതുവെ കാണപ്പെടുന്നതാണെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ. പലതരത്തിലുള്ള പനികൾ മഴക്കാലത്ത് വ്യാപകമാകാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കൊതുകുജന്യ രോഗങ്ങളും അതോടൊപ്പം തന്നെ കുടിവെള്ളം മലിനമാകുമ്പോൾ ഉണ്ടാകുന്ന ജലജന്യ രോഗങ്ങളുമാണ്. മഴക്കാലത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകളിൽ കൊതുകുകൾ പെരുകി പലതരത്തിലുള്ള കൊതുകുജന്യ രോഗങ്ങൾ വ്യാപകമാകാറുണ്ട്. അതിൽ കുറേ വർഷങ്ങളായി കൂടുതലായി കണ്ടുവരുന്ന ഒരു പനി എന്ന് പറയുന്നത് ഡെങ്കിപ്പനിയാണ്. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഡെങ്കിപ്പനി കേരളത്തിൽ പ്രത്യേകിച്ചും മഴക്കാലത്ത് വളരെ വേഗം വ്യാപിക്കാറുണ്ട്. അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കുടിവെള്ളം മലിനമാകുന്നത് മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള മഞ്ഞപ്പിത്തം, അതോടൊപ്പം തന്നെ മാരകമാകാനിടയുള്ള എലിപ്പനി, ഛർദി, അതിസാര രോഗങ്ങൾ, കോളറ, ടൈഫോയിഡ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങളും പനിയോടൊപ്പം മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിനൊക്കെ പുറമെ സാധാരണ നമ്മൾ ജലദോഷപ്പനി എന്ന് വിളിക്കുന്ന ഫ്ലൂ അഥവാ വൈറൽ പനിയും മഴക്കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു പനിയാണ് എലിപ്പനി എന്ന് പറയുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഴക്കാലത്ത് പനി മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് എലിപ്പനിയാണ്. പലപ്പോഴും ചികിത്സ വൈകുന്നത് മൂലവും അതോടൊപ്പം തന്നെ സ്വയം ചികിത്സ മൂലം കൃത്യമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാകാത്തത് മൂലവുമാണ് എലിപ്പനി പലപ്പോഴും മാരകമാകാറുള്ളത്. ഡെങ്കിപ്പനി പലപ്പോഴും രണ്ടാമത് വരുമ്പോഴാണ്, അതായത് നേരത്തെ ഡെങ്കിപ്പനി വന്ന ഒരു വ്യക്തിക്ക് വേറൊരു ജനിതക വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഡെങ്കി വൈറസ് മൂലം വീണ്ടും ഒരു ഡെങ്കിപ്പനി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് കൂടുതലായി കണ്ടുവരുന്ന മറ്റു ചില വൈറൽ പനികളാണ് അഞ്ചാം പനി പോലെയുള്ള മീസിൽസ്, അതോടൊപ്പം തന്നെ മുണ്ടിനീര് തുടങ്ങിയിട്ടുള്ള പനികളും മഴക്കാലത്ത് വ്യാപകമാകാറുണ്ട്. മഴക്കാല രോഗങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഒന്ന് ഭക്ഷണ ശുചിത്വവും അതോടൊപ്പം തന്നെ കുടിവെള്ള ശുചിത്വവുമാണ്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചാറി മാത്രം ഉപയോഗിക്കുക. 5 മിനിറ്റെങ്കിലും വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കുകയാണെങ്കിൽ മാത്രമേ മഞ്ഞപ്പിത്തം പോലെയുള്ള ഹെപ്പറ്റൈറ്റിസിന്റെ വൈറസുകൾ നശിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ പരിസരം കഴിയുന്നത്ര ശുചിയായിട്ട് സൂക്ഷിക്കുക. എലിപ്പനി കൂടുതലും കണ്ടുവരുന്നത് കർഷക തൊഴിലാളികളിലും വെള്ളവുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നവരിലുമാണ്. അപ്പോൾ അഴുക്ക് വെള്ളത്തിലും മറ്റും പണി ചെയ്യേണ്ടി വരുന്നവർ കൃത്യമായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ, ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ എലിപ്പനിയുടെ പ്രതിരോധത്തിനായി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റു ചില പനികൾ നമുക്ക് കൃത്യമായിട്ടുള്ള വാക്സിനേഷനിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് കുട്ടികൾക്കുള്ള അഞ്ചാം പനി, അതോടൊപ്പം തന്നെ മുണ്ടുനീര് തുടങ്ങിയിട്ടുള്ള പനികൾ നമുക്ക് കൃത്യമായിട്ടുള്ള വാക്സിനേഷനിലൂടെ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും.
മഴക്കാലം കൊതുക് വളരുന്നതിന് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങളും മലേറിയയുമെല്ലാം കൊതുകുകൾ വഴിയാണ് പകരുന്നത്. പരിസരത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലിയുടെ മൂത്രം കലരാൻ സാധ്യതയുള്ളതിനാൽ കാലിൽ മുറിവുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുമാണ്. കണ്ണൂർ ചെങ്ങളായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു മിറിയം ജോൺ. ഇത്തവണ മഴ പ്രതീക്ഷിച്ചതിലും മുൻപേ എത്തിയതിനാൽ സാധാരണ നടത്തുന്നത്ര മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ പലയിടങ്ങളിലും സാധിക്കാനത് മൂലമാവാം ഈ വർഷം കേരളമൊട്ടാകെ ഡെങ്കിപ്പനി വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന ഈഡിസ് കൊതുകുകളുടെ ഉറവിടം നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഡെങ്കിപ്പനി പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. ആഴ്ചയിൽ ഒരു ദിവസം വീടുകളിൽ ഞായറാഴ്ചയും സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും മറ്റു സ്ഥാപനങ്ങളിൽ ശനിയാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കുക. അതായത് നമ്മുടെ വീടിനുള്ളിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറവിടങ്ങൾ നശിപ്പിക്കുക. ചെടിച്ചട്ടിക്കടിയിലുള്ള ട്രേ, ഫ്രിഡ്ജിന്റെ പുറകിൽ വെള്ളം ശേഖരിക്കുന്ന ട്രേ, ടെറസ്, ടാർപോളിനുള്ളിൽ ഒക്കെ വെള്ളം കെട്ടി നിൽക്കാം. വെള്ളം ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്കുള്ളിലും ചില ചെടികളുടെ ഉള്ളിലും റബ്ബർ ചിരട്ടകൾക്കുള്ളിലും മുട്ടത്തോട്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിങ്ങനെ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള മറ്റ് മാലിന്യങ്ങൾക്കുള്ളിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാൻ കാരണമാവാം. അതിനാൽ ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വെള്ളം കമിഴ്ത്തിക്കളഞ്ഞ് നശിപ്പിക്കാവുന്ന കണ്ടെയ്നറുകൾ നശിപ്പിക്കുകയും അല്ലാത്തവ ഉരച്ചു കഴുകി ഉണക്കുകയും ചെയ്യുന്നത് ഡെങ്കിപ്പനി പകരാതിരിക്കാൻ അത്യാവശ്യമാണ്. ചെടികൾക്കുള്ളിൽ വേപ്പിൻ പിണ്ണാക്കിടുന്നതും പൂന്തോട്ടങ്ങളിലെ ചെറു കുളങ്ങൾക്കുള്ളിൽ ഗപ്പി മീനുകളെ നിക്ഷേപിക്കുന്നതും നീക്കം ചെയ്യാനാകാത്ത വെള്ളക്കെട്ടുകളിൽ ടെമിഫോസ് പോലെയുള്ള ലാർവിസൈഡുകൾ ഉപയോഗിക്കുന്നതും ഡെങ്കിപ്പനി തടയാൻ സഹായകമാണ്. കൂടാതെ ഈഡിസ് കൊതുകുകൾ കടിക്കാതിരിക്കാനുള്ള മാർഗങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ലേപനങ്ങൾ പുരട്ടുക, കൈനീളമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഏതെങ്കിലും പ്രദേശത്ത് കൂടുതലായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വീടിനുള്ളിലും ചുറ്റുപാടും ചില ഇൻസെക്ടിസൈഡ് സ്പ്രേകൾ ഉപയോഗിക്കുക. ആവശ്യമെങ്കിൽ ഫോഗിംഗ് നടത്തുക മുതലായ പ്രതിരോധ നടപടികൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം നടത്താം. കടുത്ത പനി, തലവേദന, ശരീരവേദന, ക്ഷീണം, ഛർദി, വയറുവേദന മുതലായവയാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ. പനി തുടങ്ങി 3-ാം ദിവസം രക്തപരിശോധനയിലൂടെ ഡെങ്കിപ്പനി കണ്ടെത്താൻ സാധിക്കും. ജലജന്യ രോഗങ്ങളായ വയറിളക്കവും മഞ്ഞപ്പിത്തവും മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടാറുണ്ട്. കുടിക്കുന്നതിനും പാകം ചെയ്യുന്നതിനും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ശൗചത്തിന് ശേഷവും ആഹാരത്തിന് മുമ്പും കൈകൾ സോപ്പിട്ട് കഴുകുക. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വ്യക്തി ശുചിത്വം പാലിക്കുക തുടങ്ങിയവയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. കോവിഡ്, H1N1 മുതലായ ജലദോഷപ്പനികളും മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്നു. കുട്ടികളിലും കൂടുതൽ ജലദോഷപ്പനികൾ കാണുന്ന കാലമാണിത്. സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം പനികളുടെ പ്രതിരോധത്തിൽ പ്രധാനം. വിറ്റമിൻ സി അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുക. കൃത്യമായി വ്യായാമം ചെയ്യുക. രോഗബാധിതരുമായി അടുത്തിടപഴകാതിരിക്കുക. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ ഇടയ്ക്കിടെ ശുചിയാക്കുക. ആൾക്കൂട്ടങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുക. ഇവയൊക്കെ ജലദോഷപ്പനികൾ പ്രതിരോധിക്കാൻ സഹായകമാണ്. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളുടെ വ്യാപനകാലം കൂടിയാണ്. മഞ്ഞപ്പിത്തവും വയറിളക്കവുമെല്ലാം ഈ ഘട്ടത്തിൽ പിടിപെടാനുള്ള സാഹചര്യമുണ്ട്. കുടിവെള്ളം മലിനമാകാതെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം സമയാസമയങ്ങളിൽ ക്ലോറിനേഷൻ നടത്തേണ്ടതാണ്. കഴിവതും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് സ്കൂൾ യൂണിഫോം, ഷൂസ്, സോക്സ് എന്നിവ നല്ലവണ്ണം ഉണങ്ങിയ ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഫംഗസ് ബാധയുണ്ടാകാൻ കാരണമാകാറുണ്ട്. അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇസ്തിരിയിട്ട ശേഷം മാത്രം ഉപയോഗിക്കുന്നത് ഫംഗൽ ബാധ അകറ്റാൻ സഹായിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ദിവസേന ധാരാളം പേർ എത്തുന്നുണ്ട്. മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുന്നത് പകർച്ചവ്യാധികളെ അകറ്റാൻ സഹായകമാണ്. തിരുവനന്തപുരം മാണിക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീമതി നിഷ എൻ
മഴക്കാലം തുടങ്ങിയപ്പോൾ പലതരത്തിലുള്ള പനികളും വർദ്ധിച്ചു വരുന്നുണ്ട്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയവയാണ് കൂടുതലായി കണ്ടുവരുന്നത്. പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികളെയും പ്രായമായവരെയുമാണ് പനി കൂടുതലായി ബാധിക്കുന്നത്. രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാൾ അതിനെ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ആശുപത്രികളിൽ പനി ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഡെങ്കിപ്പനി ചികിത്സിക്കാൻ പ്രത്യേക മരുന്നില്ല. ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത്. പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. സ്വയം ചികിത്സ എടുക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കുക. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്തുക. ശരിയായ രീതിയിലുള്ള വിശ്രമവും ആവശ്യമാണ്. ഡെങ്കിപ്പനി തടയുന്നതിനുള്ള പ്രധാന മാർഗം കൊതുകുകളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നതാണ്. ഇതിനായി വീടിന്റെ പരിസരത്തുള്ള ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, ടയറുകൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ ഒഴിവാക്കുക. ശരീരം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുക. ഡെങ്കിപ്പനി കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ രാത്രിയിൽ കൊതുക് വല ഉപയോഗിക്കുക. ജനലുകളും വാതിലുകളും അടച്ചിടുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. കൃത്യമായ ഇടവേളകളിൽ വാട്ടർ ടാങ്കുകൾ, വെള്ളം സൂക്ഷിക്കുന്ന പാത്രങ്ങൾ ഇവ വൃത്തിയായി സൂക്ഷിക്കുക. ആശുപത്രികളിൽ എത്തുന്ന രോഗികൾ മാസ്ക് ഉപയോഗിക്കുക. നല്ലതുപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക. സാമൂഹിക അകലം പാലിക്കുക. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുന്നത് വഴി ഒരു പരിധിവരെ പകർച്ചപ്പനികളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. മഴക്കാലത്തും അതിനു മുന്നോടിയായും ശുചീകരണം നടത്തുന്നത് കൂടുതലും തൊഴിലുറപ്പ് തൊഴിലാളികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമാണ്. ഇവരെല്ലാം തന്നെ മതിയായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എലിപ്പനിയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഡോക്സിസൈക്ലിൻ ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശാനുസരണം കഴിക്കേണ്ടതാണ്. വെള്ളത്തിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ കാലുകളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വൃത്തിയായി മറയ്ക്കേണ്ടതാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ചികിത്സ ഉറപ്പാക്കുന്നത് സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. മഴക്കാലം ചർമ്മരോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യവും കൂടിയാണ്. വട്ടച്ചൊറി, പുഴുക്കടി എന്നിവ ഉണ്ടാകാനുള്ള സാഹചര്യം അവഗണിക്കാൻ കഴിയില്ല. ആശാ വർക്കർമാർക്ക് പ്രത്യേകം പരിശീലനം നൽകി അവർ വാർഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം കരകുളം ഗ്രാമപഞ്ചായത്തിലെ ആശാ വർക്കറായ ശ്രീമതി ബിന്ദു മഴക്കാലത്ത് പനി വരാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ചുറ്റുപാടും പരിസരവും അവരുടെ വീടിനകവും കൊതുക് മുട്ടയിട്ട് പെരുകുന്നുണ്ട്. അകത്ത് ഫ്രിഡ്ജിന്റെ ട്രെയില് വെള്ളം മാറ്റുന്നുണ്ട്. അകത്ത് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മുട്ടത്തോട് പൊട്ടിച്ച് വെളിയിലോട്ട് എറിയുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നോക്കി വരുന്നത്. ബുധനാഴ്ച ദിവസം ഒരു വാർഡിനെ ബേസ് ചെയ്താണ് പോകുന്നത്. ഏതെങ്കിലും ഒരു വാർഡിൽ 75 വീട് കണക്കാക്കി 4-5 ടീം പോകും. അതും ഇതേ പ്രവർത്തനം. ടയറ്, ടാർപ്പ ഉപയോഗം ഇല്ലെങ്കിൽ എടുത്ത് മാറ്റി ഒരു ചെടിയോ എന്തെങ്കിലും വെക്കാൻ പറയും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പിടി കല്ലുപ്പ് വാരി വിതറാൻ പറയും. ഉപയോഗശൂന്യമായ എണ്ണയോ ഓയിലോ ഒഴിച്ചിടാനും പറയുന്നുണ്ട്. കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ 2 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. ഏകദേശം വാർഡിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഇനി കുറച്ച് ഭാഗത്തേ ഉള്ളൂ. ഹരിതകർമ്മ സേനയ്ക്ക് പ്ലാസ്റ്റിക് നിർബന്ധമായും കൊടുക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട്. കൃഷിപ്പണിക്ക് പോകുന്നവരുടെ തൊഴിലുറപ്പിന് പോകുന്നവർക്കും പ്രത്യേകിച്ച് ഡോക്സിസൈക്ലിൻ ഗുളിക കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. പനി വന്നാൽ സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ള ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണിക്കണമെന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഏറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് മഴക്കാലം. വ്യക്തി ശുചിത്വവും ആരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതചര്യയും കൊണ്ട് മഴക്കാല രോഗങ്ങളെ ചെറുക്കാവുന്നതാണ്. പനിയും തുടർന്നുള്ള ലക്ഷണങ്ങളും കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. വീട്, പരിസരം, വ്യക്തികൾ എന്നിവ ശരിയായ ആരോഗ്യക്രമം പാലിച്ചാൽ ആരോഗ്യകരമായ ഒരു സമൂഹം എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായി ഈ മഴക്കാലത്തും രോഗങ്ങളെ ചെറുക്കാവുന്നതാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.